പോലീസ് മാത്രമല്ല, നിങ്ങൾ ഇവിടെ കുറെ നേരമായില്ലേ? ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമ്പോൾ ഈ പുറത്ത് തമ്പടിക്കുന്ന യൂത്ത് കോൺഗ്രസ് നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ വിഷ്വൽ എടുത്ത് കൊടുത്തോ? ഈ ക്യാമ്പസിന് പുറത്ത് മുഴുവൻ യൂത്ത് കോൺഗ്രസ്. നിങ്ങൾ പുറകേക്ക് നോക്ക്. ഇവിടെ SFI കാത്ത് പ്രവർത്തിക്കാൻ ഒരാളും കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? പുറത്തുനിന്നകത്തെ കല്ലെറി നിങ്ങൾ കണ്ടില്ലേ? സ്വാഭാവികമായി കല്ലെറിഞ്ഞ അവസരത്തിൽ സ്വാഭാവികമായി ഞങ്ങളുടെ കുട്ടികളുടെ തലക്കാണ് പോലീസ് അടിച്ചത്. അകത്ത് നിന്ന് കുട്ടികളെ ഞങ്ങളുടെ തലക്ക്. ഇതിനകത്ത് കുറെ ക്രിമിനൽ പോലീസുകാരുണ്ട്. 5ഓളം വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അവരെന്ത് പ്രകോപനം? നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ഇന്ന് രാവിലെ 24 അവർ രാവിലെ 12 മിനിറ്റ് ഇവിടെ ഇല്ലേ ഉച്ചയ്ക്ക്? എന്ത് പ്രകോപനം SFI സൃഷ്ടിച്ച്? വളരെ സമാനമായിട്ട് ഞങ്ങൾ സമരം ചെയ്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പ് വളരെ സമാധാനമായി പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുക. ആ നിൽക്കുന്ന ഘട്ടത്തിലാണ് KSUകാരും യൂത്ത് കോൺഗ്രസ്സുകാരും പുറത്തുനിന്ന് തമ്പടിച്ച് കല്ലെറിയുന്നത്. അവരുടെ ഒരു പ്രവർത്തകർ തലപൊട്ടി. സ്വന്തം പ്രവർത്തകർ അകത്തുനിന്ന് ഓർത്തിട്ട് വേണ്ട കല്ലെറിയാൻ. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിന് KSUകാരകത്തേക്ക് വരുമല്ലോ. പുറത്തുനിന്ന് കല്ലെറിഞ്ഞപ്പോൾ അകത്തൊരു KSU പ്രവർത്തകർ തലപൊട്ടി. നിങ്ങൾ വിഷ്വൽ കണ്ട് കാണുമല്ലോ. ഇതാണ് യൂത്ത് കോൺഗ്രസും KSUവും കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിന്റെ സജ്ജീകരണം. ജയിക്കാനുള്ള സജ്ജീകരണമല്ല, വിദ്യാർത്ഥികളെ അടിക്കാനുള്ള സജ്ജീകരണം. അതാണല്ലോ അവർ നീണ്ട കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് മുക്കിയിട്ട് ഓടിയവരല്ലേ അവർ? എന്ത് അട്ടിമറി സീറ്റാണ് ജയിച്ചവര്? യൂണിയൻ ജയിച്ചാരാ? യൂണിയൻ തെരഞ്ഞെടുപ്പ് ജയിച്ചാരാ? ഭൂരിഭാഗം 15-ൽ 11 എക്സിക്യൂട്ടീവ് ജയിച്ചാരാ? 5-ൽ 4 എക്സിക്യൂട്ടീവ് ജയിച്ച അക്കൗണ്ട്സ് കമ്മിറ്റി ജയിച്ചാരാ? യൂണിയൻ ജയിച്ചാരാ? എത്ര ഓടിനാണ് യൂണിയൻ ജയിച്ചത്? യൂണിയന്റെ ഭൂരിപക്ഷം എത്രയാ? ജനറൽ സെക്രട്ടറി ഭൂരിപക്ഷം എത്രയാ? ചെയർമാന്റെ ഭൂരിപക്ഷം എത്രയാ? എന്താ കുറഞ്ഞോ? ഭൂരിപക്ഷം കുറഞ്ഞോ? പ്രിഫറൻസ് വോട്ടിൽ അങ്ങനെ ചില സീറ്റൊക്കെ ജയിക്കാൻ കഴിയും യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ. അത് ആകെ വിജയമെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് പൂർത്തിയായ മുമ്പ് ലിസ്റ്റ് വരും. നിങ്ങളെത്ത് നോക്ക് എത്ര SFIക്കാരെ ജയിച്ചു വരാൻ പോകുന്നു, എത്ര KSUകാരുണ്ട് നോക്ക്. ന്യൂനപക്ഷമൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും KSU സർവകലാശാല ജയിക്കാറുണ്ട്. ഇതിൽ KSUവിനെതിരെയാണ് SFIയുടെ ആരോപണങ്ങൾ വന്നിരിക്കുന്നത്.